ആ രാജ്യത്തിന് സംഭവിക്കാൻ പാടില്ലാത്ത വളരെ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും, അത് തന്നേക്കൂ, എന്താ ബഗ്രാം എയർബേസ് തന്നേക്കൂ എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പലപ്പോഴായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം നൗഫലിൽ പറഞ്ഞ പോലെ ചൈനയുമായിട്ടുള്ള പ്രോക്സിമിറ്റിയാണ് അഫ്ഗാനിസ്ഥാൻ്റെ. ഒന്ന് ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന ചൈനയുടെ വ്യാപാര ഇടനാഴിയോട് തൊട്ടടുത്താണ്, ചേർന്ന് കിടക്കുന്ന എയർബേസാണിത്. കാബൂളിൽ നിന്നാണ്ട് ഒരു 60 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഇങ്ങോട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തൊട്ടടുത്ത് മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങി തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ ഒരു അമേരിക്ക ഒരു സൈനിക താവളം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപ്രധാനം, ജിയോ പൊളിറ്റിക്കലി തന്ത്രപ്രധാനമായൊരു സ്ഥലമാണത്. അതുകൊണ്ട് അത് കിട്ടിയ നല്ലതാണ്. ട്രംപിനൊക്കെ അത് ആഗ്രഹിക്കാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഒന്ന് ഈ ചൈനയുമായുള്ള താരിഫ് വാർ. അപ്പോൾ ചൈന ഇന്ത്യ പുതിയ ബന്ധം വരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഒരു പട്ടാളം ഇറങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് നല്ലതാണ്. ഇതൊക്കെ നല്ലതാണ്. കാരണം 20 വർഷം അമേരിക്കൻ പട്ടാളം ഈ എയർബേസിൽ ഉൾപ്പെടെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നതാണ്, നമുക്കറിയാം. അവർ പിന്മാറിയതാണ്. ആ പിന്മാറ്റ കരാർ ഒപ്പിട്ട ആളാണ് ഡൊണാൾഡ് ട്രംപ്. താലിബാൻ അന്ന് അധികാരത്തിലില്ല. താലിബാൻ അന്ന് അധികാരത്തിലില്ല. താലിബാൻ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ മിലീഷ്യയാണ്. എന്നിരിക്കെ അവരുമായി സമാധാന ചർച്ച നടത്തി, ദോഹ ടോക്സ് എന്ന് പറഞ്ഞാൽ നീണ്ട ചർച്ചകൾ നടത്തുകയും ഈ പിന്മാറ്റ കരാർ അവരുമായും കൂടി ഒപ്പിട്ടിട്ട് ആണ് അമേരിക്ക അവിടെ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നത്. അതിനുശേഷമാണ് താലിബാൻ കാബൂൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. എന്തിനാണ് താലിബാൻ ഈ 90കളുടെ പകുതി മുതൽ ഇപ്പോൾ വരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അവരുടെ മണ്ണിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മാത്രമല്ല, അവിടുത്തെ മുഴുവൻ ഈ പറയുന്ന മിലീഷ്യ ഗ്രൂപ്പുകളും അവർ ഈ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ വർഷമായി, ഇപ്പോൾ 3-4 പതിറ്റാണ്ടായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? അവിടെ ആ മണ്ണിൽ ഒരു വിദേശ സൈന്യത്തെ അവർ സമ്മതിക്കില്ല. അത് സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ അങ്ങനെയാണ്. ഈ അഫ്ഗാനിസ്ഥാൻ മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാറ്റലൈറ്റ് കൺട്രിയായിരുന്നു. ഈ ബഗ്രാം എയർബേസ് ഉണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ വിമാനങ്ങൾക്ക് വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എയർബേസാണത്. 50കളുടെ തുടക്കത്തിൽ ഉണ്ടാക്കിയതാണ്. അത്രയും പഴക്കമുണ്ട് അതിന്. അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാൻ കലുഷിതമായി തുടരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് അവിടെ സോവിയറ്റ് അധിനിവേശം നടന്നു. സോവിയറ്റ് അധിനിവേശത്തിനെതിരെ അവിടെയുള്ള ആളുകൾ ആയുധം എടുത്ത് പോരാടി, അവർ പിൻവാങ്ങി. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നാണ്ട് 10 വർഷം കഴിയുമ്പോഴേക്കും 2001 വീണ്ടും ഈ ഉസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്കൻ പട്ടാളവും നാറ്റോയുടെ സൈന്യത്തോടെ ഇറങ്ങുന്നു. അവിടെ 20 വർഷം നടക്കുന്ന അധിനിവേശത്തിന് അവർക്ക് തോറ്റോടേണ്ടി വന്നു. പിന്മാറുക എന്ന് പറയുന്നത് സൈനികമായ ഭാഷയാണ്. പൊളിറ്റിക്കലി അമേരിക്കയും സഖ്യശക്തികളോടും തോറ്റോടി പോവുകയാണ്. അപ്പോൾ ആ തോറ്റോടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി പറയാണ് അതിങ്ങ് തന്നേക്കും എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല മാത്രമല്ല, ഒരു ഫോറിൻ സോൾജിയറുടെ ഫുഡ് സ്റ്റെപ്പ് അവിടെ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതായത് നടക്കാൻ പോകുന്ന അവർ തരൂ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കില്ല. ഒന്ന്. രണ്ട്, താലിബാൻ തന്നെ അവിടെ ഒരു അമേരിക്കൻ സൈനിക താവളം ഇനി ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ അമേരിക്കയുമായി ഒരു നെഗോഷിയേഷൻ ടോക്കിന് അവർ പോവാണെന്ന് തന്നെ കരുതുക. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക പറയും ഈ താലിബാൻ ഭരണകൂടത്തിനും അഫ്ഗാനിസ്ഥാനും മുഴുവൻ ഞങ്ങൾ സംരക്ഷണം തരാം, ഞങ്ങൾക്കത് തന്നേക്കും. നമ്മൾ ഖത്തറിൽ ഒരു എയർബേസ് കണ്ടാണ്. ഖത്തറിൽ അനുഭവം ഓർമ്മയുണ്ട്. ഖത്തറിൽ, അതായത് GCC രാജ്യങ്ങളിൽ അമേരിക്കയുടെ എയർബേസുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അവിടെയാണ് ഇസ്രായേൽ വന്ന് അടിച്ചിട്ട് പോയത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ആ ഉറപ്പിന്, അതായത് ഞങ്ങൾ അഫ്ഗാനെ സംരക്ഷിച്ചേക്കാം, ആ എയർബേസ് തരുമെന്ന് പറഞ്ഞാൽ അതിന് താലിബാൻ സമ്മതിക്കില്ല. കാരണം ഖത്തറിൻ്റെ അനുഭവം ഉദാഹരണമാണ്. അപ്പോൾ ഇനി അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യണം? പഴയതുപോലെ 2001 ഫോഴ്സ്ഫുള്ളി അത് കീഴടക്കണം. അതായത് അമേരിക്കൻ പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങണം. അതിന് ട്രംപിനെ ആ നാട്ടുകാർ സമ്മതിക്കുമോ? അമേരിക്കക്കാർ സമ്മതിക്കുമോ? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ സമ്മതിക്കുമോ? ട്രംപ് തന്നെ സമ്മതിക്കുമോ? കാരണം ട്രംപാണ് ഈ വിദേശങ്ങളിൽ പോയി, മറ്റു രാജ്യങ്ങളിൽ പോയി അമേരിക്കൻ സൈന്യം ഇടപെടുന്നതിനെപ്പറ്റി നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അത് പ്രസംഗിച്ചാണ്, അത് സെല്ല് ചെയ്തിട്ടാണ് അദ്ദേഹം 2 പ്രാവശ്യം പ്രസിഡൻ്റ് ആയത്. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യേണ്ട, അവിടെ പോയി കീഴടക്കണം, നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ് ട്രംപ് ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രംപിനെ തന്നെ ട്രംപ് തിരുത്തും. അതാണ് ഒരു പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു മോർ ദാൻ ഒരു ഭീഷണി എന്നതിനപ്പുറം അതൊരു റെട്രിക്കാണ്. ആ റെട്രിക്കിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ താല്പര്യമുണ്ട്, അത് ചൈനയ്ക്ക് കൊടുക്കുന്നൊരു വാണിംഗ് ആയിരിക്കാം. ഞങ്ങളവിടെ വേണമെങ്കിൽ വന്നേക്കും. അത് ചൈനയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കോ ഒക്കെ കൊടുക്കുന്നൊരു വാണിംഗ് ആയിരിക്കും. ഞങ്ങളുടെ ഒരു സാന്നിധ്യം ഞങ്ങളവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ചൈനയിലോ എവിടെയോ എന്തോ ഒരു ട്രേഡ് ഡീൽ നേടാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഭീഷണികളുണ്ട്. കാരണം നേരത്തെ നൗഫൽ പറഞ്ഞു, അഫ്ഗാൻ എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് മിനറൽസ് ഉള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ മുഴുവൻ മിനറൽസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് അതിൻ്റെ അടിയിലുള്ളത്. അവിടെയാണ് ചൈന കണ്ണുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇനി പെട്രോളല്ല സ്വർണം, ഇനി എന്താണ്?
ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏത് രാജ്യമുണ്ടോ ആ രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയല്ലോ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലൊക്കെ എന്തിനാണ് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകൾ യുദ്ധം നടക്കുന്നത്? അതിൻ്റെ ഇടയിൽ ഡയമണ്ടും സ്വർണ്ണവും ഉണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൻ്റെ അടിയിൽ ഇതുണ്ട്. ഇത് ചൈന കണ്ണുവയ്ക്കുന്നുണ്ട്. ചൈന അതുകൊണ്ടാണ് ഈ സിൽക്ക് റൂട്ട് ഉണ്ടാക്കുന്നത്, അതിലേക്ക് മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുക, ചൈനയുടെ ആ പ്ലാനിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണോ യഥാർത്ഥ ലക്ഷ്യം? വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും.